മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുന്നു, മുസ്ലിമിന്റെ കടകൾ കത്തിക്കുന്നു, മുസ്ലിമിനെ ആട്ടിയോടിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം, ശത്രുക്കളുടെ വലുപ്പവും സ്വാധീനവും കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി, ഉറക്കപ്പറ നബിഗിന റസൂലുള്ളാഹി, ഉറക്കപ്പറ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ശത്രുക്കളുടെ വലുപ്പവും അവരുടെ സ്വാധീനവും കണ്ടിട്ട് മുസ്ലിം പേടിക്കാൻ പാടില്ല. എടോ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സഹാബത്തിന്റെ എണ്ണം 313 സ്വഹാബത്താണ് ഉണ്ടായിരുന്നത്. 3 കുതിര. എണ്ണിക്കോ, ബദരീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ ആ 313 സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് 3 കുതിര, 7 ഒട്ടകങ്ങൾ, ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച. നിങ്ങൾ എണ്ണ്. മുസ്ലിമീങ്ങൾ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ 3 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു ചെറിയ സംഘമായിരുന്നു അൽഹംദുലില്ലാഹ് സ്വഹാബത്തിന്റെ സംഘം. എതിർഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ശത്രുക്കളാണെങ്കിലോ 1000-ൽ പരം വരുന്ന യോദ്ധാക്കൾ, 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, കൂടാതെ കള്ളും പെണ്ണും പാട്ടുകാരും. നിങ്ങൾ ആലോചിക്ക്, 1000-ഓളം വരുന്ന ആരോഗ്യവാന്മാരായ ശത്രുക്കൾ, 100 കുതിരകളും 700 ഒട്ടകങ്ങളുമായിട്ട് ശത്രുപക്ഷം വല്ലാത്ത ഇതിനെക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു ശത്രുക്കൾ. എന്നിട്ടും എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്തു ഫിഅത്തൻ കസീറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഉസ്താദേ, ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളും അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയും നിയമസഭയും ഒക്കെ അവരുടെ കൈപുള്ളിലേക്ക് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് അവർ നടത്തും, പൗരത്വ ബില്ല് പാസ്സാക്കും, നമ്മളെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിപ്പം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഭയന്നുകൊണ്ടിരിക്കുകയാ. നമ്മൾ അവരുടെ വലിപ്പം നോക്കിയിട്ട് ഭയന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹു പറയുന്നതെന്തെന്നറിയുമോ? എന്തെല്ലാം നിയമങ്ങൾ പാസാക്കിയാലും, ആരൊക്കെ മുസ്ലിമിനെതിരെ എന്തൊക്കെ പീഡനങ്ങൾ നടത്തിയാലും, അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തിയാലും, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലുപ്പവും അവന്റെ സ്വാധീനവും അവന്റെ പവറും കണ്ടിട്ട് ഭയപ്പെടുന്ന മുസ്ലിമിനോട്, അക്രമങ്ങളും കലാപങ്ങളും അടിച്ചുവിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുന്ന വീഡിയോകളെടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പള്ളികൾ തീയിടുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ കടകളെ കത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ മുഴുവനും നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ വല്ലാത്ത പീഡനമാണ്. ബൈത്തുൽ മുഖദ്ദസിലെ പടച്ചവനെ, എല്ലാ വർഷവും റമളാൻ കടന്നു വരുമ്പോൾ കൂട്ടക്കുരുതി നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പീഡനങ്ങൾ നടക്കുമ്പോ വീടിനകത്തിരുന്നു കൊണ്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് ഭയക്കുന്ന മുസ്ലിമേ, അല്ലാഹു പറയുന്നു, വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വലിയഅലമ അല്ലാഹു الذين آمنوا ويتخذ منكم شهداء.
പടച്ചവരെ, മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വീഡിയോ കാണുമ്പോ ഭയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്തെന്നറിയോ? അങ്ങനെ കലാപങ്ങളിൽ മരണപ്പെട്ടു പോകുന്നവർ, അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സുഗതാഇന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കും വേണ്ടതെന്തെന്നറിയുമോ? മനുഷ്യനെ പച്ചക്കിങ്ങനെ കത്തിക്കുകയാണ്, കൊല്ലുന്ന വീഡിയെടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്താനാ, എന്നെയും നിങ്ങളെയും പേടിപ്പിക്കാനാ. അതുകൊണ്ട് അല്ലാഹുവേ, ബദരീങ്ങളെ പറഞ്ഞു തരികയാണ്, 3 കുതിരകളും 7 ഒട്ടകങ്ങളും ഒടിഞ്ഞ വയറും ഒട്ടിയ വയറുമായി ആ 313 സ്വഹാബത്ത് 1000-ഓളം വരുന്ന സൈന്യത്തിന്റെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമാണ്, നമുക്ക് അധികാരമില്ല, നമുക്ക് വേണ്ടി ചോദിക്കാനും സംസാരിക്കാനും ആരുമില്ല. എങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടല്ല. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പൗരത്വ ബില്ല് വരുന്നെന്ന് കേൾക്കുമ്പോഴേ മുട്ടിടിക്കുകയാണ്, ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനാ മുസ്ലിമേ ഭയപ്പെടുന്നത്? എന്തിനാ പെങ്ങളെ ഭയപ്പെടുന്നത്? ഉസ്താദേ, നാടും വീടും പണമല്ല പോകുമല്ലോ എന്ന് കിടന്ന് കരയുന്ന പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചത് എന്തെന്നറിയോ? അമഹസിബതും അൻ തദ്ഖുലുൽ ജന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഈ നിരന്നിരിക്കുന്നവരോട് അല്ലാഹു ചോദിക്കുകയാ, എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീയൊക്കെ കരുതിയോടാ? അല്ലാഹു പറയുകയാ ഇല്ല, അല്ലാഹു പറയുകയാ ഇല്ല. അല്ലാഹു പറയുന്നു, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഇതിന്റെയൊക്കെ 4-1 ഞാനും നിങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ കരിനിയമങ്ങളെ കാണുമ്പോ പേടിക്കുന്ന മുസ്ലിമേ, നീ എന്തേ വിചാരിച്ചത്? നീ എന്തേ വിചാരിച്ചത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആ പ്രവാചകന്റെ സ്വഹാബത്തിനോട് പടച്ചവനെ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞതെന്തെന്നറിയോ? നമ്മളൊക്കെ ഈ പുതിയ പുതിയ നിയമങ്ങൾ കാണുമ്പോ പേടിക്കാൻ തുടങ്ങിയിരിക്കുക. പൗരത്വ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഉസ്താദെ രേഖയൊന്നും ഇല്ലല്ലോ, പുറത്തു പോകണമല്ലോ. പുറത്തു പോകണമെങ്കിൽ പോകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് പണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഖുറൈശികള്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹു ചോദിക്കുകയാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? എടാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? അല്ല. പണ്ട് മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങളോട് മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ വീടും സമ്പത്തും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹും മുഹമ്മദും കൂടെ പൊക്കോളാം മദീനത്തേക്ക്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാബത്തിനോട് അവര് പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം, എന്നിട്ട് നീയും നിന്റെ അല്ലാഹും മുഹമ്മദും നിങ്ങൾ 3 പേരും കൂടെ പൊക്കോളാൻ. അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഇന്നാടാ നിന്റെയൊക്കെ എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹും നബിയും മതി. അവരെന്തേ പറഞ്ഞത്? ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് ഇസ്ലാം മതം മതി, പണവും വീടൊന്നും വേണ്ട. ഉടുതുണി ഇട്ടോണ്ടാ പോയത്, ഉട്ടിരുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് മുഹാജിർ, അതാണ് ഈമാൻ. എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ് ആണെന്ന് പറഞ്ഞാ പോരാ. നമ്മൾ എന്താ പറയണത്? ആരാധനയ്ക്ക് അർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ്, എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ്. അവര് പറഞ്ഞു, അല്ലാഹ് ആണ് നിനക്ക് വേണ്ടതെങ്കിൽ വീട് ഇവിടെ ഇട്, ജാഗ ഇവിടെ ഇട്, പണം ഇവിടെ ഇട്, സർവ്വത് വിട്ടിട്ട് പോടാ. അല്ലാഹ് ഉണ്ടല്ലോ പോയവര്. നമ്മളോ നിയമം വരുന്നെന്ന് കേട്ടപ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിച്ചു, എടാ ഇതൊക്കെ വരൂട സഹോദര. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റൂല. ഈ നിയമങ്ങളൊക്കെ വരികയും ഈ പീഡനങ്ങളും ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാ അല്ലാഹ് നമ്മളെ പരീക്ഷിക്കണേ? ഈമാൻ ഉറച്ചതാണോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാ.
ഈ ഈമാൻ, ഉറച്ച ഈമാൻ ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 313 സഹാബത്ത് നേരെ പിടിക്കാൻ ഒരു വാള് പോലും ഇല്ല. 3 കുതിരകളും 7 ഒട്ടകങ്ങളുമായി 1000-ഓളം വരുന്ന സംഘം. നല്ല ആരോഗ്യവാന്മാർ. യുദ്ധത്തിന് വരുന്നതിന്റെ തലേ ദിവസവും നല്ല ആടിനെയും ഒട്ടകത്തെയും ചുട്ടുതിന്ന് കള്ളും കുടിച്ച് പാട്ടുപാടി ഗാനമേള നടത്തി ആഘോഷിച്ചിട്ട് അവന്മാര് വരുന്നേ. അവരുടെ മുന്നിലേക്കാ ഈ 313 സ്വഹാബത്ത് കടന്നുപോയത്. അവര് രക്ഷപ്പെടാനുള്ള കാരണം അവര് ന്യൂനപക്ഷമായിരുന്നു. പക്ഷെ അവർക്കറിയാം ന്യൂനപക്ഷമേ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജയിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അവന്മാരുടെ വലിപ്പം കണ്ടുകൊണ്ട് നമ്മൾ എന്തിനാ പേടിക്കണേ? ഒരിക്കലും നമ്മുടെ ഭയം അതാ. എല്ലാം അവരുടെ കയ്യിലാകുന്നല്ലോ ഉസ്താദ്, എല്ലാം പോയല്ലോ ഉസ്താദ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭയം അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, വലിപ്പം കണ്ടുകൊണ്ടൊരിക്കലും നീ ഭയപ്പെടണ്ട. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും ന്യൂനപക്ഷമാണ് ജയിച്ചത്. ശത്രുപക്ഷം വളരെ കൂടുതലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്, ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്തും